ഒരു മനുഷ്യനെ കുത്തി നോവിപ്പിക്കുന്നതല്ല, അതെല്ലാം ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പം അതാണ് എനിക്ക് ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി, തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി എന്നുള്ളത് ആ ഒരൊറ്റ വാക്ക് മാത്രമേ എനിക്ക് വേഷമായിട്ടുള്ളൂ. കുറച്ച് ദിവസങ്ങൾ മിണ്ടാതിരുന്നിരുന്നു, അത് ശരിയാണ്, അങ്ങനെ മിണ്ടാതിരുന്നത് അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ. അതിൽ കവിഞ്ഞിട്ട് അങ്ങനെ ഒരു വ്യക്തി എന്റെ ലൈഫിൽ ഇല്ലാത്തത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കഴിഞ്ഞ മാസത്തെ ഡിവോഴ്സ് കൂടെ അത് കഴിഞ്ഞു, ഇനി അടുത്തത് എപ്പോഴാണ്, അടുത്ത മാസമായിരിക്കും. ഇത്ര മനോഹരമായിട്ട് പോകുന്ന ഒരു ഫാമിലിയിലെ ആണല്ലോ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് ഡിവോഴ്സ് ആക്കട്ടെ. ചേട്ടൻ വഴക്ക് പറഞ്ഞു ഇനി മേലെ ഇടരുത്. ഏട്ടൻ വഴക്ക് ലേഖനം ഭയങ്കര വിഷമായി പോയി. നീ എന്തായാലും എടുത്തു ചാടി ഒന്നും ഇടൂലായി. എടുത്ത് ചാടിയതല്ല, എടുത്തന്നെ നിർത്തിയാലോ എന്ന് ഞാൻ വിചാരിക്കും. ശരിക്കും ചേച്ചി ഒരു ഗെയിം പ്ലാനോട് കൂടിയാണോ ചേച്ചി? ഞാനായിട്ടല്ലേ നിന്നത്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോത്തതേ ഇല്ലായിരുന്നു. എന്റെ ഇന്നസെൻസ് കൊണ്ടാണ് ഞാൻ ആ പ്രോഗ്രാമിലേക്ക് പോയത് തന്നെ. പക്ഷെ എനിക്കത് തിരിച്ചു ചെയ്യാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ലല്ലോ ഞാനത് വിട്ടുകൊടുത്തു. എൻജോയ് ചെയ്തിരുന്നത് തീർച്ചയായിട്ടും എൻജോയ് ചെയ്തു. ഞാനെന്ന് വെച്ചാൽ ഈ കോമഡി, ട്രോള്, ആരോഗ്യപരമായതെല്ലാം ആസ്വദിക്കുന്നു. അമ്മയിലെ ഒരു വൈസ് പ്രസിഡന്റിന് അത്ര വലിയൊരു ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അതായത് ഞങ്ങൾക്ക് മന്ത്ലി വൺസ് അല്ലെങ്കിൽ 8 വയസ്സൊക്കെയാണ് ഞങ്ങൾക്ക് മീറ്റിങ്ങും കാര്യങ്ങളും ഉള്ളത്. എല്ലാം കൂടി ഒരാളുടെ തലയിലൂടെ എന്ന് പറയുന്ന ഒരു പോളിസി ഇല്ല. അവരുടെ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് താത്താത്തൈ വരിക. അപ്പൊ താത്താത്തൈന്നാ വിളിക്കുന്നത്, ഊർമിള ഉണ്ണി ആന്റിയെ. അങ്ങനെ വരുമ്പോ തന്നെ എന്തൊരു മണമാണ്. ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. ഹലോ ആൻഡ് വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലക്ഷ്മി പ്രിയ ചേച്ചിയാണ്. വെൽക്കം. താങ്ക് യു. എത്ര വർഷമായി? 2 വർഷം എന്തോ ആയി തോന്നുന്നു നമ്മൾ ഇരുന്നിട്ട്. 2-3 വർഷമായി അല്ലേ? അതെ അതെ. ചേച്ചിക്ക് ഒരു മാറ്റവും ഇല്ല. ഞാൻ കുറച്ചുകൂടെ വളർന്നില്ലേ രണ്ട് സൈഡിൽ? സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്. അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആയി, ഉത്തരവാദിത്തം കുറച്ചുകൂടെ കുറെ കാര്യങ്ങളൊക്കെ കൂടി എങ്ങനെയാ ടൈം കിട്ടുന്നുണ്ടോ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും? അങ്ങനെ അമ്മയിലെ ഒരു വൈസ് പ്രസിഡന്റിന് അത്ര വലിയൊരു ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അതായത് ഞങ്ങൾക്ക് മന്ത്ലി വൺസ് അല്ലെങ്കിൽ 8 വയസ്സൊക്കെയാണ് ഞങ്ങൾക്ക് മീറ്റിങ്ങും കാര്യങ്ങളും ഉള്ളത്. എല്ലാം നമ്മൾ ഓരോരോ ഗ്രൂപ്പ് ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടി ഒരാളുടെ തലയിലൂടെ എന്ന് പറയുന്ന ഒരു പോളിസി ഇല്ല. അപ്പം ഓരോ കാര്യങ്ങൾക്കും ഓരോ വിങ് ഉണ്ടാവും. ഒരു 5-6 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. അപ്പം അതിനൊരു ലീഡർ ഉണ്ടാവും. അതിൽ 2-3 കാര്യങ്ങളുടെ ലീഡർ ഞാനാണ്. അപ്പം നമുക്കത് മാനേജ് ചെയ്യാം. ഇപ്പൊ നമ്മൾ അവിടെ പോയില്ലെങ്കിൽ പോലും നമ്മുടെ ഗ്രൂപ്പിലുള്ള മറ്റു ആൾക്കാർ അത് മാനേജ് ചെയ്യും. ഇപ്പം അവർക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ പോകും. അപ്പൊ എല്ലാരും ഒരു മനസ്സായിട്ട് ഒരുമിച്ച് അങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ മൊത്തത്തില് നോക്കുകയാണെങ്കിൽ ലൈഫ് എങ്ങനെ പോകുന്നു? വളരെ സന്തോഷമായിട്ട് പോകുന്നു. ഞങ്ങൾ തൃപ്പൂണിത്തുറയിൽ പുതിയ വീട് മേടിച്ചു. പുതിയ വീട്ടിലേക്ക് എന്തായാലും വരണം. ഹിൽ പാലസിന്റെ തൊട്ടടുത്ത് വീട്ടിലേക്ക് എന്താണെങ്കിലും വരണം. എന്താ പറയാ, ജയ്ഷേട്ടനും ഞാനും മോളും അന്ന് കണ്ടതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് കുഞ്ഞു ജീവിതം സന്തോഷ ജീവിതം അങ്ങനെ തന്നെ ഹാപ്പി ആയിട്ട് ഒരുപാട് വായിക്കുന്നു, ഒരുപാട് എഴുതാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് സിനിമകളുണ്ട്. എഴുത്തും വായനയും പിന്നെ വീട്ടുകാര്യങ്ങളും കൂടെ ആവുമ്പോ തന്നെ ഞാൻ ഓക്കെയാണ്. കറന്റ് പ്രോജക്ട്സ് ഒക്കെ ഇപ്പൊ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 10-20 ദിവസത്തോളം അതിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഓണമൊക്കെ അതിന്റെ സെറ്റിലായിരുന്നു. നമുക്ക് അത് കിടക്കാച്ചി അളിയെന്നാണ് സിനിമയുടെ പേര്. നമ്മള് തിങ്കളാഴ്ച നിശ്ചയൊക്കെ പോലെ ഒരു നാട്ടിൻപുറത്ത് കഥ പറയുന്ന ഒരു കുഞ്ഞു സിനിമ, നല്ല സിനിമയാണ്. അപ്പൊ അതിന്റെ ഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ചേച്ചി ഫോണിലൊക്കെ ചേട്ടനോട് സംസാരിക്കുമ്പോ കേട്ടപ്പോഴും, അതായത് അങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഒരു വീട്ടമ്മ, മോളുടെ കാര്യവും മാനേജ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചേച്ചി ഓൾമോസ്റ്റ് എല്ലാ ഇവന്റ്സിനും പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോ ചേച്ചി പറഞ്ഞതുപോലെ അമ്മയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ മന്ത്ലി വൺസ് മീറ്റിംഗ് ഉള്ളെങ്കിൽ പോലും അതൊരു ഫോളോ അപ്സ് ഉണ്ട്. എല്ലാത്തിന്റെ ഇടയ്ക്ക് അതിന്റെ ഫോളോ അപ്സ് ഉണ്ട്. മീറ്റിംഗ് മാത്രമേ ഉള്ളൂ, ഫിസിക്കലി ഉള്ളൊരു മീറ്റിംഗ്. പക്ഷെ അല്ലാണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതെ ഒരു വീഴ്ചകളും പറ്റരുത്. ശരിക്കും പറഞ്ഞാല് എല്ലാം ഒരുപോലെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. എങ്ങനെ പറ്റുന്നു? അതായത് ഇപ്പം മുമ്പ് നമ്മളൊരു ടീച്ചറെ നോക്കുക, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ നോക്കുക. ഇവരൊക്കെ ഹൗസ് വൈഫ്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്തും അവര് എന്താ പറയാ, അവരുടെ ഉത്തരവാദിത്വങ്ങൾ, അവരുടെ പ്രൊഫഷൻ എല്ലാം അവർ കൊണ്ട് നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളും. നമുക്ക് എന്ന് വെച്ചാൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ചില സമയത്തൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന ഒരു ജോലിയാണ് നമുക്ക്. ആ ഒരു വ്യത്യാസം ഒഴിച്ചാൽ നമ്മളുടെ അമ്മമാര് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഉദ്യോഗസ്ഥകളായിട്ടുള്ള ആൾക്കാർ, സ്ത്രീകൾ എങ്ങനെയാണോ ഇതിനെ മാനേജ് ചെയ്തിരുന്നത് അതുപോലെ തന്നെയാണ് ഞാനും. എല്ലാ സ്ത്രീകൾക്കും ആ ഒരു സ്കില്ലുണ്ട്. എല്ലാ സ്ത്രീകളും
മൾട്ടി ടാസ്ക് ചെയ്യാനായിട്ട് മിടുക്കികളാണ്. ഇപ്പൊ ഇന്ന് തന്നെ നോക്കൂ, ഇന്നത്തെ ഒരു ദിവസം പറയാനാണെങ്കിൽ ഇന്ന് മാധുന് സ്കൂളിൽ പോകണ്ടായിരുന്നു, മാധു ഇന്ന് പോയില്ല, സ്കൂളിൽ പോയില്ല. അപ്പം ആ ഒരു കാര്യം ഒഴിച്ചു. പക്ഷെ ഞാൻ യൂഷ്വലി എഴുന്നേക്കുന്ന ഒരു സമയത്ത് തന്നെ ഞാനൊരു 5:30 ആകുമ്പോഴത്തേനും 4:30 തൊട്ടിട്ട് ഞാൻ അലേർട്ടായിരിക്കും. പക്ഷെ ഒരു 5:30 ആകുമ്പോഴത്തേനാണ് എഴുന്നേറ്റു പെട്ടെന്ന് തന്നെ കുളിക്കുന്നു, വെളുപ്പിനെ തന്നെ കുളിക്കണം. കുളിച്ചിട്ട് ഇപ്പം നവരാത്രി വ്രതം അല്ലേ, ഇപ്പൊ വീട്ടിലെ കിടാവിളക്ക് കത്തിക്കുന്നുണ്ട്, അപ്പൊ അതിലേക്ക് എണ്ണ ഒഴിക്കുന്നു, കിച്ചണിൽ കയറുന്നു, മോളുടെ സ്നാക്സ്, രാവിലത്തെ കോഫി വേണ്ടവർക്ക് കോഫി, ടീ വേണ്ടവർക്ക് 3 പേർക്ക് 3 ഇഷ്ടങ്ങളാണ്. അപ്പം അതൊക്കെ എല്ലാം റെഡിയാക്കി വെക്കുന്നു. അപ്പത്തിന് മോളെ എഴുന്നേക്കുന്നില്ല, അപ്പൊ അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ വിട്ടില്ല. അത് കഴിയുമ്പോൾ കംപ്ലീറ്റ് അലക്കാനായിട്ട് വാഷിംഗ് മെഷീനിൽ ഇടുന്നു. അതിന്റെ ഇടയ്ക്കൂടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മേക്ക് ചെയ്യുന്നു. വീട് കംപ്ലീറ്റഡ്. ഇപ്പോഴും ഞാൻ വീട്ടിലേക്ക് മെയ്ഡ്സിനെ ഒന്നും വെച്ചിട്ടില്ല, മെയ്ഡ്സ് ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവന്റ്സിന് അതിന്റെ ഇടയ്ക്കൂടെ പോയിട്ട് ലഞ്ച് പോയിട്ട് പെട്ടെന്ന് റെഡിയാക്കുന്നു, മോളെ റെഡിയാക്കുന്നു, നേരെ അവിടുന്ന് അടുത്ത ഡ്രസ്സ് മാറ്റുന്നു, നേരെ ഇങ്ങോട്ട് വരുന്നു. ഇവിടെ വന്ന് എല്ലാരെയും കണ്ടു. ഇപ്പൊ തന്നെ അതേ അടുത്ത ടാസ്കിന്റെ സമയമായി, വീട്ടിലേക്ക് പെട്ടെന്ന് എത്തണം, ഡിന്നർ കാര്യങ്ങള്. ഇപ്പൊ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ട്, ഒന്ന് വൈകുന്നേരം ഒന്ന് കൂടിയാലോ എന്ന് ചോദിച്ചു. ഫ്രണ്ട്സ് വിളിച്ചു. അതിന് നേരത്തെ ചോദിച്ചാണ് ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കണം. അപ്പൊ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് പുസ്തകങ്ങളുടെ കാര്യത്തിൽ വളരെ അപ്ഡേറ്റഡ് ആണ്, വായിക്കാറുണ്ട്. എല്ലാ പുസ്തകങ്ങളും ഇറങ്ങുന്ന പുസ്തകങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് എന്റെ ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ട് പുസ്തകങ്ങൾ ആ ഒരു കൃത്യമായ ഇടവേളകളിൽ എത്തും, ഞാൻ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് വായിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടെത്തുന്നതാണ് സമയം എന്ന് പറയുന്നത്, നമ്മൾ കണ്ടെത്തുന്നതാണ്. പിന്നെ ഇതൊന്നും ചെയ്യാണ്ട് വെറുതെ കട്ടിൽ കിടക്കുന്ന ദിവസങ്ങളും ഉണ്ടാവാറുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും ഒരേപോലെ അല്ല. അതായത് ഇപ്പം എല്ലാം ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എല്ലാം ഉൾട്ടയായിട്ട് ഇരിക്കാനും ചില സമയത്ത് നമുക്ക് വളരെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കും. അതായത് ഇപ്പോ പിന്നെ മോള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഏട്ടൻ ഓഫീസിലും പോയി കഴിഞ്ഞാല് കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റെസ്റ്റ് അങ്ങനെ എടുക്കുന്ന സമയം ഉണ്ട്. നമ്മൾ ഈ പലരുടെയും റീൽസ് ഒക്കെ കാണുമ്പോഴേ നമ്മൾ വിചാരിക്കും, ഓ ഇവരുടെ ഇത് നമ്മുടെ ലൈഫ് ഇങ്ങനെ അല്ലല്ലോ, അങ്ങനെയൊക്കെ വിചാരിക്കും. പിന്നീടാണ് ഞാനിപ്പോ തന്നെ റിയലൈസ്, അവരവരുടെ ഒരു നല്ല ദിവസമായിരിക്കും ചിലപ്പോ ആ റീലിൽ കാണിക്കുന്നത്, അവർക്കും മോശം ഡേയ്സ് കാണും. തീർച്ചയായിട്ടും എല്ലാതെ എനിക്കൊക്കെ ആണെച്ചാൽ മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ബോറടിക്കുന്ന ഒരാളാണ്. അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ ഒരു പോലെ അത് പറ്റില്ല. അപ്പൊ എന്തോ നമ്മളെ സംബന്ധിച്ചൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ജോലി ആവശ്യങ്ങൾക്കായിട്ട് പുറത്താണ്, എന്നും ഒരേ സ്ഥലത്തുള്ള ജോലി അല്ല നമുക്ക്. ജോലി സ്ഥലങ്ങൾ ഇങ്ങനെ മാറി മാറുന്നുണ്ട്, ആളുകൾ മാറുന്നുണ്ട്, പുതിയ മുഖങ്ങൾ കാണുന്നു. അത് നമ്മളെ സംബന്ധിച്ച് ഒരു എന്താ പറയാ, നമുക്കൊരു ഫ്രഷ്നെസ് ആണ്, അതൊരു ഉണർവാണ് നമുക്ക് തരുന്നത്. അങ്ങനെയൊക്കെ ഒന്ന് പോയി, അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയൊക്കെ ഒരു മടുപ്പ് അതങ്ങ് മാറും. ചേച്ചി അയ്യോ അത് പറയാൻ മറന്നു. ഇപ്പൊ ചേച്ചി വീഡിയോ കോൾ വിളിച്ചപ്പോഴത്തേക്കാ ഞാൻ ഇവരല്ലേ കഴിഞ്ഞ മാസം ഡിവോഴ്സ് ആയത് ന്യൂസ്. ഇത്ര മനോഹരമായിട്ട് പോകുന്ന ഒരു ഫാമിലിനെ ആണല്ലോ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് ഡിവോഴ്സ് ആക്കട്ടെ. ഇപ്പൊ ഈ കഴിഞ്ഞ മാസത്തെ ഡിവോഴ്സ് കൂടെ അത് കഴിഞ്ഞു. ഇനി അടുത്തത് എപ്പോഴാണ്? അടുത്ത മാസമായിരിക്കും. ഇത് നിങ്ങള് ആദ്യമൊക്കെ വിഷമം തോന്നുമായിരുന്നു ഇതൊക്കെ കാണും? ആദ്യമല്ല, അതായത് ഈ എഴുത്ത് പരിപാടികൾ ഉണ്ടല്ലോ, അപ്പം ഞാൻ എഴുതുമ്പോ മിക്കവരും ആൾക്കാർ ഓർക്കുന്നത് എന്റെ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ എഴുതുന്നതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, എപ്പോഴോ ഏട്ടനുമായിട്ട് വഴക്കിട്ടിരുന്ന പിണക്കമുണ്ട്, അറിയാലോ, ഈ ഇണക്കം എത്രയാണോ അതുപോലെ പിണക്കമുണ്ട്. ആ ഒരു സമയത്ത് എനിക്കൊരു ചെറിയ കയ്യബദ്ധം പറ്റി, ഞാനൊരു എന്താ പറയാ, എന്നെ വായിക്കുന്ന ആൾക്കാരുണ്ട്, വായിക്കുന്ന. അപ്പം അവരും നമ്മളുമായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യുക, അവരുടെ കമന്റ്സ് ഒക്കെ വായിക്കുക, അയ്യോ അങ്ങനെ പാടില്ല, ഇങ്ങനെ വിളി, ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. പക്ഷെ ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ ഒരു 2 മിനിറ്റിനുള്ളിൽ എനിക്ക് മനസ്സിലായി, അയ്യോ ഇത് റൂട്ട് മാറി പോകുന്നു. അപ്പൊ തന്നെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. എന്റെ പോസ്റ്റ് നിങ്ങൾക്ക് എന്റെ ഒരു വാളിലും കാണാൻ പറ്റില്ല. പോസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്യില്ല, അത് പക്ഷെ വേറെ ആൾക്കാരെടുത്ത് അതങ്ങ് ഭയങ്കര വൈറലാക്കി. എന്നാ ഇതെന്താണ്, ഒരാൾക്ക് മൂഡ് സ്വിങ്സ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് നമ്മൾക്ക് ഇത് പറ്റില്ല, ഇങ്ങനത്തെ അതൊന്നും എടുത്തു ചാടി ഒന്നും ഇടൂല. എടുത്തു ചാടിയതല്ല, എഴുത്ത് തന്നെ നിർത്തിയാലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ എഴുതുന്നതൊക്കെ പണ്ട് മാധവിക്കുട്ടി എന്റെ കഥ എന്ന് പറഞ്ഞ ആത്മകഥ എഴുതുന്ന സമയത്ത് ഒരു പുള്ളിക്കാരി എന്താ പറയാ, ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് എഴുതുമ്പോ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹിത്യകാരിയാണ്. അപ്പം എഴുതുമ്പോ എഴുത്തുകാരന്റെ ഭാഷ അല്ലെങ്കിൽ എഴുത്തുകാരന്റെ കൃതികളെല്ലാം അവന്റെ അനുഭവം എന്നാണ് ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് എഴുത്തിൽ എനിക്കും സംഭവിക്കുന്നുണ്ട്.
ചേട്ടന്റെ റിയാക്ഷൻ, ചേട്ടൻ വഴക്ക് പറഞ്ഞു ഇനി മേലെ ഇടരുത്. ഏട്ടൻ വഴക്ക് പറയില്ല, ഏട്ടൻ ഭയങ്കര വിഷമായി പോയി. പിന്നെ ഏട്ടനെ സംബന്ധിച്ച് ഏട്ടനെ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് കുളിച്ചൊരുങ്ങി രാവിലെ ഓഫീസിൽ പോന്നു, ഞാനില്ലാത്തപ്പോ മാധുവിനെ നോക്കുന്നു, ഞാൻ മിണ്ടുന്നില്ല, ലക്ഷ്മി മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ജയശേട്ടൻ മിണ്ടുന്നില്ല എന്നും പറഞ്ഞിരിക്കുന്നു. അത് 2 ദിവസം കഴിയുമ്പോ ആ പിണക്കം അങ്ങ് മാറും. പോസ്റ്റ് അങ്ങ് ഇട്ടു. അപ്പോഴത്തേക്ക് പിന്നെ ആ സമയത്ത് കുറച്ച് ദിവസങ്ങൾ മിണ്ടാതിരുന്നിരുന്നു, അത് ശരിയാണ്. അങ്ങനെ മിണ്ടാതിരുന്നത് അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ. അതിൽ കവിഞ്ഞിട്ട് അങ്ങനെ ഒരു വ്യക്തി എന്റെ ലൈഫിൽ ഇല്ലാത്തത് എനിക്ക് ചിന്തിക്കാൻ പോലും അറിയാലോ. ഈ പോസ്റ്റ് ആളുകൾ ഷെയർ ചെയ്തപ്പോഴാണോ മനസ്സിലായത് ഞങ്ങൾക്ക് തമ്മിൽ പിരിയാൻ പറ്റൂല എന്നുള്ളത്? അല്ലല്ല, പിരിയാൻ പറ്റില്ല എന്നുള്ളത് അത് എഴുതുമ്പോഴും അതല്ല, ആളുകൾ ഷെയർ ചെയ്തപ്പോഴേ പേടിച്ചു പോയോ? അതും പേടിച്ചു, ഭയങ്കര പാനിക്കായി. അപ്പം എന്നെ ഇങ്ങനെ ആൾക്കാർ വിളിക്കുന്നു, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഓടി വീട്ടിൽ വരുന്നു. സിനിമയിലുള്ള എത്ര പേര് എന്റെ വീട്ടിൽ വന്നറിയോ? കാരണം ഞങ്ങളെ ഒരു ഡിവോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെ വേറൊരു രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല. കാരണം ലക്ഷ്മി എന്ന് പറയുമ്പം ജയശേട്ടൻ അവിടെ ഉണ്ട്, ജയശേട്ടൻ എന്ന് പറയുമ്പോൾ ലക്ഷ്മി ഉണ്ട്. ഞങ്ങൾ ഇല്ലാത്ത ഒരു ചേച്ചീനെ പറയുന്നത് പട്ടണക്കാട് പുരുഷോത്തമന്റെ അഡ്രസ്. ഇനിയിപ്പം ഞാൻ ഡിവോഴ്സ് അല്ല, എനിക്ക് എന്ത് പറ്റിന്ന് പറഞ്ഞാലും അത് മാറ്റാൻ പറ്റില്ല. അപ്പൊ അതൊന്നുമല്ല, എന്നെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കരമായ ഒരു വൈകാരിക ബന്ധമാണ്. ജയശേട്ടന് ഞാൻ എന്റെ 16 വയസ്സ് തൊട്ടുള്ള ശീലമാണ്. ഇപ്പൊ എനിക്ക് 40 വയസ്സായി. ഇത്രയും 24 വർഷമായിട്ട് എന്റെ ടീനേജ് മുതൽ ഞാൻ ഒരാളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഇപ്പോഴും ജയശേട്ടൻ എന്നെ മാധുവിനെയും വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. മാധുവിനെ കാട്ടിച്ചിട്ട് വലുത് അത്രയല്ലേ ഉള്ളൂ ലക്ഷ്മി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ്. ഏട്ടൻ ശരിക്കും പറയാൻ എന്നെ ഒരു മകളെ പോലെയൊക്കെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏട്ടനെ ഭയങ്കര എഫക്ട് ചെയ്തിരുന്നു. ചേട്ടൻ അതായത് ഒരു 16 വയസ്സ് ഒരു ഒന്നും ഇല്ലാത്ത ഒരു കുട്ടീനെ വളർത്തി വലുതാക്കി എടുത്തു ഏട്ടന്റെ ഇഷ്ടത്തിന്. ഏട്ടനേതാ ഇഷ്ടത്തിൽ എന്നെ മോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. ചേച്ചിയുടെ ഒരു ചൈൽഡിഷ് വേർഷൻ കാണണമെങ്കിൽ അപ്പൊ ഏട്ടനാണ് ചൈൽഡിഷ് അല്ല, എല്ലാത്തരം വെച്ചാൽ മതി. അപ്പൊ ഏട്ടനടുത്ത് ചോദിക്കും ലക്ഷ്മി ഏറ്റവും നന്നായിട്ട് എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ വഴക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പബ്ലിക്കിന്റെ അടുത്തൊന്നും വഴക്കിടില്ല, ഒന്നുമില്ല. ഇവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ എടുത്തു വെച്ചിട്ട് കംപ്ലീറ്റ് അങ്ങോട്ടായി ചെറിയുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു അവിടെ, എന്താ ഉണ്ടായേ, ഓ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും. ഏട്ടനറിയാം ഞാൻ ഇങ്ങനെ പറയുമ്പോ എനിക്ക് എന്തോ ഫീൽ ചെയ്യുന്ന കാര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാത്തരം ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യുന്ന, ഇനി ഒരാൾക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ പോലും അതും ചെന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ജയശേട്ടൻ. എന്റെ ഒരു കോടതി, എന്റെ സ്കൂൾ അധ്യാപകൻ, അല്ലെങ്കിൽ എന്റെ അച്ഛൻ, എന്റെ ഹസ്ബൻഡ്, എല്ലാം ഫ്രണ്ട്, എല്ലാം ഏട്ടനാണ്. എല്ലാം അവിടെയാണ്. അപ്പൊ ഏട്ടന് ഭയങ്കര ഹേർട്ട് ചെയ്തു, ഏട്ടന് ഭയങ്കര വിഷമായി. ഏട്ടനെന്ന് വെച്ചാല് അപ്പൊ തന്നെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചിരിക്കുമ്പോ ലക്ഷ്മിയോ എന്നെയോ ഡിവോഴ്സോ, ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ വീട്ടിൽ നിന്നാണല്ലോ വന്നത്. എനിക്ക് ഏട്ടന് ഇത്രയും വിഷമിക്കുന്നുണ്ടെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. ഞാൻ അത് ഇട്ടു, അത് ഡിലീറ്റ് ചെയ്തു, എന്റെ ഫുളിഷ്നെസ് അത് ഡിലീറ്റ് ചെയ്തു, അത് കളഞ്ഞു. പക്ഷേ ഏട്ടന് ഇപ്പോഴും വിദ്യാധരൻ മാഷിനെ പോലെയുള്ള ആൾക്കാര് ഒക്കെ ഏട്ടനെ വിളിച്ചിട്ട് കംപ്ലീറ്റ് അച്ഛന്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കുമ്പം ഏട്ടൻ ഇപ്പോഴും ഭയങ്കര ഒരു വിഷമാണ്. പിന്നെ എവിടെ പോകുമ്പോഴോ നിങ്ങൾ ഡിവോഴ്സ് ആയില്ലേ, ഡിവോഴ്സ്. അപ്പൊ ഏട്ടൻ പിന്നെ ആവണോ എന്ന് ചോദിക്കും, ഏട്ടൻ ചോദിക്കും. അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, അതെ സന്തോഷമായിട്ട് പോട്ടെ. അതെ, ഇനി അങ്ങനെ ഒരു പോസ്റ്റ് ഇടരുത്. അങ്ങനെ പോസ്റ്റ് അല്ല, അതിനുശേഷം എനിക്കൊന്നും ഞങ്ങൾ വഴക്ക് പോലും ഇടും. അയ്യോ, അങ്ങനെ ടച്ച് അങ്ങനെ തന്നെ പോട്ടെ. അതെ അതെ, പിണങ്ങാൻ പേടിയായി. അതിനുശേഷം ഈ ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അടി ഉണ്ടാവും പൊതുവേ ഒരു ഉണ്ട് കേട്ടോ. അത് അച്ചിട്ടായിട്ടുള്ള കാര്യം. ഞങ്ങൾക്കിപ്പം ഫോട്ടോസ് ഇടാൻ സത്യം പറഞ്ഞാൽ പേടിയാ, കണ്ണു വിടുന്ന പോലെ ഒരു അനുഭവം ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ മാധുവിന്റെ ഒക്കെ ഫോട്ടോ ഇട്ട് കഴിയുമ്പോഴത്തേനും മാധുവിന് പനി വരിക, അസുഖം വരിക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് മാധുവിന്റെ ഫോട്ടോസ് ഒന്നും ഇടുന്നത് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. ദൃഷ്ടി ആൾക്കാർക്ക് എപ്പോഴും ഇല്ലേ നന്നായി ഇരിക്കുന്നു എന്ന് കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഇപ്പോഴത്തെ ഒരു നെഗറ്റീവ് കേൾക്കാനാണ് ഇഷ്ടം. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് കാണാനും ഇഷ്ടമുണ്ടാവില്ലായിരിക്കും. അപ്പൊ ചേച്ചി ശ്രദ്ധിച്ചോ, ഇപ്പൊ ചേച്ചി ഇപ്പം നിങ്ങൾ ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ ഇടുന്നതിനേക്കാളും കൂടുതൽ കമന്റ്സും കോളും വന്നത് ഡിവോഴ്സ് എന്നുള്ള സംഭവം. അയ്യോ സത്യം, എത്ര കല്യാണാലോചനകൾ അതിനിടയ്ക്ക് അതും നടന്നു, അതും വന്നു. അപ്പൊ ഞാൻ ഓർത്തു അപ്പൊ ഏട്ടനും ചെന്നുണ്ടാവും, പവറാണോ എനിക്കറിയില്ല. അപ്പൊ ഏട്ടൻ പറഞ്ഞു
എനിക്കും ഇനി ഇവളെക്കാട്ടിലും നല്ലൊരു ഭാര്യ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഏട്ടന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് തമാശയായിട്ട് പറയുന്നു. വശ്യഗന്ധി നമ്മള് തമാശക്ക് പറഞ്ഞാണെങ്കിലും അത് ഭയങ്കര വശ്യഗന്ധി തന്നെ കേട്ടോ. ഞാൻ ചേച്ചിയെ പെർഫ്യൂം അടിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ എന്റെ മൂന്നാമത്തെ ബോട്ടിലായിപ്പോ ഞാൻ അതിന് ഭയങ്കര അഡിക്റ്റഡ് ആണ്. അതായത് താത്താത്തൈ ഊർമിള ഉണ്ണി ആന്റി ഞങ്ങൾ ഒരുമിച്ച് സിനിമ ചെയ്യുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരി ഇത് സെയിലിംഗ് ഒക്കെ ഇപ്പോഴല്ലേ തുടങ്ങിയത്, അതിന് മുൻപ് തന്നെ പുള്ളിക്കാരി ഇതാണ് പിന്നെ ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് താത്താത്തൈ വരിക. അപ്പം താത്താത്തൈ എന്നാ വിളിക്കുന്നത് ഊർമിള ഉണ്ണി ആന്റിയെ. അപ്പം ഇങ്ങനെ വരുമ്പോ തന്നെ എന്തൊരു മണമാണോ, ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മണം. അപ്പൊ അത് വിപണിയിൽ ഇറക്കി എന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ചേച്ചിയാ. ഇപ്പൊ എന്റെ മൂന്നാമത്തെ ബോട്ടിൽ ഇപ്പൊ അവര് തൈലവും ഇറക്കുന്നു. അപ്പൊ എനിക്ക് അതും വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുക. ഞാൻ നേരത്തെ ഇത് അടിച്ചപ്പോഴത്തേക്ക് മറ്റേ പനേന്നൊക്കെ യക്ഷി ഇറങ്ങി വരുന്നൊരു മണം, അതേപോലെ എന്താ മനസ്സിലാവുന്നില്ല സംഭവം. ഒരു പ്രത്യേക തരം ഒരു മതിപ്പിക്കുന്ന ഉന്മാദം ഉണ്ടാക്കുന്ന ഒരു സത്യം. ചേച്ചി അതേപോലെ ചേച്ചി ഇനി എനിക്കൊന്നൊരു 10 വർഷം കഴിഞ്ഞാലും ഏതൊരു ബിഗ് ബോസ് സീസൺ വന്നാലും ഒരു തവണയെങ്കിലും ഒരു കമന്റ് ബോക്സിലെങ്കിലും ഒരു റിവ്യൂവർ എങ്കിലും പറയാതെ പോകത്തില്ല. ആണല്ലേ? ഞാൻ അത്രത്തോളം നോക്കാറില്ല. കറക്റ്റ് എല്ലാവരും. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ഏതോ ഒരു കണ്ടസ്റ്റന്റിനെ ചേച്ചിനെ വെച്ച് കമ്പയർ ചെയ്ത ആളുകൾ ലക്ഷ്മി പ്രിയനൊക്കെ വെച്ചിട്ടാണോ കമ്പയർ ചെയ്യുന്നത്? പുള്ളിക്കാരത്തെയൊക്കെ മറ്റേ മാസ്റ്റർ പ്ലെയർ ആയിരുന്നു. ശരിക്കും ചേച്ചി ഒരു ഗെയിം പ്ലാനോട് കൂടിയാണോ ചേച്ചി? ഞാനായിട്ടല്ലേ നിന്നത്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോത്തതേ ഇല്ലായിരുന്നു. എന്റെ ഇന്നസെൻസ് കൊണ്ടാണ് ഞാൻ ആ പ്രോഗ്രാമിലേക്ക് പോയത് തന്നെ. ഞാൻ ഷോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പറയാം ഞാൻ പോവില്ലായിരുന്നു. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഞാനായിട്ട് സത്യത്തില് ആദ്യമൊക്കെ ഇത് എങ്ങനെയാ ബിഹേവ് ചെയ്യേണ്ടത് സത്യത്തിൽ എനിക്ക് അറിയില്ല. കാരണം വെച്ചാൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് സങ്കടം വരുന്നുണ്ട്. അപ്പൊ എനിക്കിത് ഇങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ റെസ്പോണ്ട്, ഞാൻ വളരെ ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാമോ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എപ്പോഴും ഞാൻ റെസ്പോണ്ട് ചെയ്തപ്പോ തന്നെ ലാലേട്ടൻ വന്നിട്ട് ആ ഒരു എപ്പിസോഡിൽ ഇങ്ങനെ പറയാം ഇങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് പ്രേക്ഷകർ എല്ലാരും പറയുന്നു. അപ്പോഴാണ് എനിക്ക് ഇതിലൊരു ട്രാക്ക് മനസ്സിലായത് എന്ന് എനിക്ക് മനസ്സിലായത്. ശരിക്കും അപ്പോഴാണ് ശരിക്കും എനിക്ക് നിങ്ങളുടെ ഒരു സീസണിലേ ഉള്ളൂ ഇത്രയും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ആളുകൾ. ഓരോ ആളുകൾക്കും ഓരോ ക്യാരക്ടേഴ്സ്. അതെ 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 എല്ലാരും ഭയങ്കര ഭയങ്കര അവരവരുടെ എന്താ പറയാ സ്വഭാവത്തിൽ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതെ. ചേച്ചിക്ക് അതിലെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് എന്റെ എപ്പോഴും ഫേവറേറ്റ് റോബിൻ. അതെന്ന് വെച്ചാല് അത് റോബിൻ അങ്ങനെ ഒരു വെൽ പ്ലെയർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയുള്ളതുണ്ടല്ല, നല്ലൊരു മനുഷ്യനാണ്. ആ ഒരു മനുഷ്യത്വം ഞാൻ കണ്ട് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും അവനെ ഞാൻ എന്റെ അനിയനായിട്ട് അങ്ങ് സ്വയം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും അതിന് ഒരു 0.1% പോലും താഴോട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങളുടെ റിലേഷൻ, ഞങ്ങളുടെ ബോണ്ടിങ് അതുപോലെ ഞങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്. ചേച്ചി ഇത്തവണത്തെ ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതായത് നിങ്ങൾ അവിടെ ചെയ്തൊരു പ്രവൃത്തിയിൽ നിങ്ങൾക്ക് റിഗ്രറ്റ് തോന്നുന്ന ഒരു കാര്യവും പ്രേക്ഷകർ നിങ്ങളെ സ്വീകരിച്ചതിനുള്ള റീസണും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 റീസൺ ചേച്ചിനോട് ചോദിച്ചാൽ ചേച്ചി എന്തൊക്കെ പറയും? അവിടെ ചെയ്തതിൽ വെച്ചിട്ട് ഒന്ന് പോയി അതൊന്ന് ചേഞ്ച് ചെയ്യാം, ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് മനസ്സിൽ തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ചേഞ്ച് ചെയ്യണമായിരുന്നു, അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയത് ഞാൻ പറഞ്ഞ ഒരു വാക്ക് ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അവന്റെ സ്വഭാവത്തിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എടാ നീ ഒരാളുടെ ക്രൂരമായിട്ട് പെരുമാറുന്നു, മനസ്സിലായി, അയാളുടെ ഒരു സ്വഭാവമല്ലേ. അത് ആ ഒരു സെൻസിൽ, അതായത് ഇപ്പൊ നമ്മള് മേക്കപ്പ് ചെയ്യുമ്പോൾ, ഞാൻ അപ്പൊ പറയുന്നത് തന്നെ ഇപ്പോഴും പറയാം, നമ്മള് മേക്കപ്പ് ചെയ്യുമ്പോൾ മൂക്ക് വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, ഇത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണോ നമ്മൾ തമാശയായിട്ട് പറയില്ലേ. അത്രയും ഞാൻ ആ ഒരു ലാഘവത്തിലാണ് ഞാൻ പറയുന്നത്. നിന്റെ സ്വഭാവം കൊള്ളാത്തത്, നിനക്ക് ജന്മത്തിലെ നീ ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ്, ഹേർട്ട് ചെയ്യണമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവൻ ഹേർട്ട് ചെയ്തതിന്റെ ഒരു 10,000-ൽ ഒരു അംശം ഞാൻ തിരിച്ച് ഹേർട്ട് ചെയ്തിട്ടുണ്ടോ? പിന്നെ ചേച്ചി കെട്ടിപ്പിടിച്ച് ആ വാക്ക് ഭയങ്കരമായിട്ട് പോയി. അതുകൊണ്ടാണ് ഈ റിയാസിനെ ഞാൻ 2 പ്രാവശ്യം ഇമിറ്റേറ്റ് ചെയ്തപ്പോ റിയാസിന് അത് സഹിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ റിയാസിനെ മേക്കപ്പ് ചെയ്ത് ഒരുക്കി ഞാൻ ഇറക്കണമെങ്കിൽ എനിക്ക് അവനോട് അല്ല ഇടിച്ചിട്ട് കൊടുക്കല്ല, റിയാസിന് കോസ്റ്റ്യൂം ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഉടുപ്പിച്ച് അവനൊരു പെറ്റിക്കോട്ട് പോലെ ഒരു ബനിയനൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ബ്ലൗസ് ഒക്കെ ഇട്ടത്. ഇതിങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്
ഞാനാണ് വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ കോസ്റ്റ്യൂം ചെയ്ത് മേക്കപ്പ് ചെയ്ത് കൊടുത്തു, എന്താ പറയാ മുടി കുങ്കുമം വെച്ചു കൊടുത്തു. ഞാൻ ഇങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാ സാരി ഉടുക്കാന്നുള്ള സാരിയൊക്കെ ഉടുപ്പിച്ചു കൊടുത്ത് ഒരുക്കി ഇറക്കി കൊടുത്തത് ഞാനല്ലേ. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ അവനെ ഇമിറ്റേറ്റ് ചെയ്തതും ഇല്ല. അപ്പം എന്റെ മനസ്സിൽ ആ ഒരു സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തത്. റിയാസിന്റെ ഗ്രാഫ് ചേഞ്ച് ആയത് ആ ഒറ്റ എപ്പിസോഡിലാണ്. പക്ഷേ എനിക്കത് തിരിച്ചു ചെയ്യാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ലല്ലോ ഞാനത് വിട്ടുകൊടുത്തു. എൻജോയ് ചെയ്തിരുന്നു വന്നത്. തീർച്ചയായിട്ടും എൻജോയ് ചെയ്തു. ഞാനെന്ന് വെച്ചാൽ ഈ കോമഡി, ട്രോള്, ആരോഗ്യപരമായതെല്ലാം ആസ്വദിക്കുന്ന ഒരു മനുഷ്യനെ കുത്തി നോവിപ്പിക്കുന്നതല്ല. അപ്പം അതെല്ലാം ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പം അതാണ് എനിക്ക് ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി, തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി എന്നുള്ളത് ആ ഒരൊറ്റ വാക്ക് മാത്രമേ എനിക്ക് വേഷമായിട്ടുള്ളൂ. പിന്നെ എന്താ ചോദിച്ചാൽ അടുത്തത് എന്തായിരുന്നു? ആളുകൾ ചേച്ചിനെ സ്വീകരിക്കാൻ, അതായത് 100 സ്വീകരിക്കാൻ കാരണം എന്റെ ജെനുവിനിറ്റി തന്നെയാണ്. അതായത് എനിക്കൊരു PR ഉണ്ടായിരുന്നില്ല, എനിക്ക് ഫാൻ പേജസ് വളരെ കുറച്ച് ഫാൻ പേജസ് മാത്രമാണുള്ളത്. എനിക്ക് വോട്ട് ചെയ്തതൊക്കെ വീട്ടമ്മമാരാണ്, അമ്മൂമ്മമാരാണ്, അപ്പൂപ്പന്മാരാണ്, അച്ഛന്മാരാണ്, പ്രായമുള്ളവരാണ്, കുടുംബങ്ങളിൽ നിന്ന് വന്നാണ്. അവരെല്ലാവരും അത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ളവരൊന്നും ആയിരുന്നില്ല. അത്രയും ദിവസവും ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഞാൻ നിന്നു എങ്കിൽ അത് തീർച്ചയായിട്ടും എന്റെ ജെനുവിനിറ്റി കൊണ്ടാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ എങ്ങനെയാണോ അത് തന്നെയാണ് ഞാൻ അവിടെ നിന്നിട്ടുള്ളത്. എന്താ പറയാ, ഒരു കൃത്യനിഷ്ഠയുള്ള ഒരാളാണ്, പേഴ്സണൽ ഹൈജീനെ കുറിച്ച് വളരെ ബോധമുള്ള ഒരാളാണ്, വൃത്തിബോധം, ഈ ഇരിക്കുന്ന പരിസരം. പല എപ്പിസോഡും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇനിയും റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡ്സിൽ എല്ലാവരും റെഡി ആവാനായിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പാത്രമൊക്കെ മെസ്സിയാക്കി ആ സിങ്കിനകത്ത് നിറച്ചിട്ടിടും. അപ്പൊ ഇവർ പറയും വൈറ്റ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഇവർ എക്സ്ക്യൂസ് പറയുക. ഞാൻ കിച്ചൺ ടീമിൽ പോലും ആയിരിക്കില്ല. എനിക്കത് അദ്ദേഹം വന്നിട്ട് ഇതൊക്കെ കാണുമോ എന്നൊക്കെ ഒരു എനിക്ക് അതെല്ലാം ഒരാളെ അതായത് ഒരാളെ കാണിക്കാനല്ലല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൃത്തിയാക്കുന്നത് എപ്പോഴും നമുക്ക് ആ വൃത്തി ബോധമുള്ളത് കൊണ്ടാണ്. ഇത് മറ്റൊരാൾ കാണും എന്നുള്ളത് കൊണ്ടല്ല ശരിക്കും പറഞ്ഞ. അപ്പോൾ ഞാൻ വൈറ്റ് ഡ്രസ് ആണെങ്കിലും ഇട്ടിട്ട് അകന്നൊക്കെ നിന്നിട്ട് അതെല്ലാം കഴുകി ക്ലീൻ ചെയ്തു പോയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അത് ശരിക്കും ലക്ഷ്മി എന്ന് പറയുന്ന, പിന്നെ ഞാൻ എന്റെ പ്രാർത്ഥനയാണെങ്കിലും ഞാൻ കുളിച്ചിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ, കുളിച്ചിട്ടേ വെള്ളം കുടിക്കുള്ളൂ, ഇതൊക്കെ നമുക്ക് വരുത്തി തീർത്ത് എത്ര ദിവസം ചെയ്യാൻ പറ്റും? പറ്റില്ല. അതെന്റെ ക്യാരക്ടറാണ്, അതെന്റെ ക്യാരക്ടറാണ്. എപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഒരു വ്യക്തിയാണ് ഞാൻ. ചേച്ചി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. സ്റ്റിൽ എല്ലാവരും ചേച്ചിയുടെ എവിക്ഷനെ കുറിച്ച്, എവിക്ഷൻ അല്ല, ചേച്ചി 4th place അല്ലായിരുന്നു പോയത്. അപ്പം ആ ബുള്ളറ്റിൽ പോകുന്ന സാധനം കുറെ പേര് അത് ട്രോളായിട്ടൊക്കെ, ചേച്ചി അത് എൻജോയ് ചെയ്തിട്ടുണ്ടോ? ചേച്ചിക്ക് ഒരു ശകലമെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? അത് പിന്നെ അത് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടാണ് അത് ശരിക്കും പറഞ്ഞാൽ ട്രോൾ ആക്കിയില്ല. അതായത് എനിക്കറിയാം ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ഷോ തീരുവല്ലേ. ഞാൻ 4th പൊസിഷനിലാണ് എവിക്റ്റഡ് ആവുന്നത്. അപ്പം എനിക്ക് എവിക്റ്റഡ് ആകുമ്പോൾ ഒരു ഭയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരുടെ ബൈക്കിൽ കയറി ഇരിക്കുമ്പോൾ ഒരു അമ്പരപ്പില്ലേ. നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ അങ്ങനെ പറ്റുമോ? ഒരാളുടെ അടുത്ത് ലിഫ്റ്റ് ചോദിച്ചു പോലും ഒരാളുടെ വണ്ടിയുടെ പിന്നിൽ കയറി നമുക്ക് പറ്റില്ല. അപ്പൊ ഒന്നാമത് ലാംഗ്വേജ് അറിയില്ല, ഹിന്ദി ഒരു അക്ഷരം എനിക്ക് അറിയില്ല. അപ്പൊ ഇവരെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നറിയില്ല. മാത്രല്ല മുംബൈയിലായിരുന്നു. അപ്പൊ നമ്മളെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഈ 5 പേര് മാത്രമാണ്. പിന്നെന്ന് വെച്ചാൽ മേക്കപ്പിന്റെ ആൾക്കാര്, കോസ്റ്റ്യൂമിന്റെ ആൾക്കാര്, പിന്നെ ഡാൻസേഴ്സ്, ഇങ്ങനെ കുറച്ച് പേരെ അകത്തേക്ക് കടത്തി വിടുമ്പോ ഓരോരുത്തരെ കാണുമ്പോഴും ഞങ്ങൾ ഭയന്ന് നിലവിളിക്കുമായിരുന്നു. നമുക്ക് പുറത്തെ മനുഷ്യരായിട്ട് ബന്ധമില്ല. അത് ഈ പ്രേക്ഷകർ ചിന്തിക്കുന്നില്ല. ഞങ്ങള് ആരെയും കാണാതെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭയം എന്നെ അതിനകത്ത് ആ വണ്ടിയിൽ ഇരിക്കുന്നത് തന്നെ ഞാൻ ഒരുമാതിരി അള്ളിപ്പിടിച്ചിട്ട് പേടിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരോട് ആരുടെ യാത്ര പറഞ്ഞില്ല. ഇവരെന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നുള്ള ഭയം ഉണ്ട്. അന്തർലീനമായിട്ട് എനിക്ക് ഭയമുണ്ട്. ഭയന്നാണ് ഞാൻ നോക്കുന്നത്, അതെനിക്കുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാല് എന്താ പറയാ, പിന്നെ ഇവരോട് ആരുടെയും ഞാൻ യാത്ര പറഞ്ഞില്ല. ഹൗസിനോട് പോലും ഒന്നും യാത്ര പറഞ്ഞില്ല. പെട്ടെന്ന് അങ്ങനെ പോയപ്പോ എനിക്ക് അയ്യോ, ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ട് ആ ഇമോഷൻ എന്നിൽ ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വീടാണ്, നിങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ ഈ വീട് നശിക്കപ്പെടും. അപ്പൊ ഇനി ഒരിക്കലും ഒരു ലൊക്കേഷൻ ആണെങ്കിൽ പോലും നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ആ വീട്ടിലേക്ക് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അതേസമയം ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് ഞാൻ ഒരിക്കലും ആ വീട്ടിലേക്ക് ഇനി ആർക്കും ചെല്ലാൻ പറ്റില്ലല്ലോ. അപ്പം അതെനിക്ക് ഭയങ്കര എനിക്ക് ഹൃദയത്തിൽ തറച്ചിട്ട് കിടപ്പുണ്ട്. അപ്പൊ അതൊരു കാര്യം. അടുത്തെന്ന് പറഞ്ഞാൽ ഇവരോട് ആരുടെയും യാത്ര പറഞ്ഞില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം വെച്ചാൽ മാതങ്കി എന്ന് പേരിട്ട്
ഒരു ചെടി, ഒരു കുഞ്ഞു എടുക്കാൻ ചെടിയാണ് പറ്റിയില്ല. അത് എടുക്കാൻ പറ്റില്ല. അതെനിക്ക് അവരെ ഒന്ന് ഏൽപ്പിക്കാൻ പോലും പറ്റില്ല. എന്റെ വിചാരം അവരിറങ്ങി വരുമ്പോ ഇതും കൊണ്ട് വരുമ്പോ എന്റെ സങ്കല്പം. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞും വെച്ചിരുന്നു. അപ്പൊ അത് കൊണ്ടുവരണേന്ന് എനിക്ക് അവരെ ഓർമ്മിപ്പിക്കാൻ പറ്റിയില്ല. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്. അല്ലെങ്കിൽ എനിക്ക് എന്താ ബോധമില്ലേ, ഏതാനും ഒരു 1 അവറിനുള്ളിൽ ഷോ വൈൻഡപ്പ് ആയി. 1 or 2 hours അതിന്റെ ഉള്ളിൽ അവരെല്ലാം പുറത്തേക്ക് വന്നു, കഴിഞ്ഞു, ഷട്ട് ഡൗൺ ചെയ്തു. പിന്നെ എന്തിനാണ് അവിടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്, എന്തിനാ? അല്ലെങ്കിൽ എനിക്ക് പിന്നെ എന്തിനാ വിഷമിക്കുന്നത്, എന്തിനാ? അത് ആരും ചിന്തിക്കുന്നില്ല. ചലഞ്ചർ ആയിട്ട് വിളിച്ചിട്ടുണ്ടോ ചേച്ചിനെ? വിളിച്ചിട്ടില്ല. ഇല്ല. വിളിച്ചാൽ ഡെഫിനറ്റ്ലി എനിക്കൊരു ചാലഞ്ചർ ഒക്കെ ആവാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയില്ലെങ്കിലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിലേക്ക് വിളിച്ചാൽ ഞാൻ ഇനിയും പോകും. എനിക്ക് ഞാനായിട്ടിരിക്കാൻ പറ്റുന്ന, പിന്നെ എന്താ പറയാ, ആ ഒരു നമ്മൾ ഈ ബഹളം, വഴക്ക്, പ്രശ്നങ്ങള്, ഇമോഷൻസ്, പലതരം ഇമോഷൻസ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു സ്വാസ്ഥ്യമുണ്ട്, ഒരു പീസ്നെസ് അല്ലെ. ഞാനും എൻ്റെ ഇന്നർ സോളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന, ഈ കാട്ടിലൊക്കെ പോയി തപസ്സൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീല് എൻ്റെ ഉള്ളിൽ. കാരണം എനിക്ക് ആരുമില്ല, എനിക്ക് ഇവരാരും, എൻ്റെ കൂടെയുള്ളവരെ വിശ്വസിക്കാൻ പറ്റില്ല, ഇവരോട് എനിക്ക് ഒരു അഭിപ്രായം ചോദിക്കാൻ പറ്റില്ല. ഈ ശരി തെറ്റുകളെല്ലാം നമ്മളോട് തന്നെയാണ് ചോദിച്ച് കറക്റ്റ് ചെയ്യുന്നത്. അപ്പം അതുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ചാൻസ് ഇനിയും വന്നാലും തീർച്ചയായിട്ടും ഞാനത് ചൂസ് ചെയ്യും. അപ്പൊ എന്തായാലും ചേച്ചി ഒരുപാട് സന്തോഷം. നമുക്ക് ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് നന്നായി ലിമിറ്റഡ് ആയത്, എനിക്ക് പോണം. അത് ചേച്ചിയുടെ ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് സമയമുണ്ട് ആണല്ലേ. അപ്പൊ എന്തായാലും ചേച്ചി ഒരുപാട് സന്തോഷം. ഓക്കെ മോളെ. അപ്പൊ എന്തായാലും ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സ് നമ്മുടെ മൂവിക്കും എല്ലാത്തിനും നന്നാവട്ടെ. ഓക്കെ മോളെ. അൾട്ടിമേറ്റ്ലി എനിക്ക് കാണണം ചേച്ചിനെ. അയ്യോ, അവര് വിളിച്ചാൽ ഞാൻ പോകും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും മോൾക്കും ഒത്തിരി കല്യാണം കഴിഞ്ഞു അല്ലേ, അപ്പൊ എനിക്ക് അതിന്റെ സന്തോഷമുണ്ട്. എന്താണെങ്കിലും ഹസ്ബൻഡും വൈഫും ആയിട്ട്, നിങ്ങൾ രണ്ടുപേരുമായിട്ട് പുതിയ വീട്ടിലേക്ക് എന്തായാലും വരണം, ഞാൻ സ്വാഗതം ചെയ്യും. ഉറപ്പായിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.